ഇന്ന് തയ്യാറാക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ബീട്രൂട്ട് കൊണ്ട് തോരനൊക്കെ അല്ലേ തയ്യാറാക്കാറ്, മെഴുക്ക് പുരട്ടി. ഇന്ന് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കൂടുതലാകണ്ട, കുറച്ച് മാത്രം മതി. പിന്നെ ഒരു മീഡിയം സൈസിലെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. തൂരപ്പരിപ്പ് നല്ലപോലെ കഴുകുക. ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. അന്നേരം കുക്കറിനകത്ത് നമ്മൾ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം. ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയ നമ്മുടെ ബീട്രൂട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല 2 എരിവുള്ള 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം, നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ നമുക്ക് വെക്കാം. ബീട്രൂട്ടൊക്കെ വേകണം, അതിന് വേണ്ടി ഒരു 4-5 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. ഇനി ഒരു പിടി തേങ്ങയിൽ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് വെളുത്തുള്ളിയും മാത്രം ചേർത്ത് നന്നായിട്ട് അരച്ച് വയ്ക്കുക. ഇനി വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അരമുറി സവാളയും കുറച്ച് ചെറിയ ഉള്ളി ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റുക. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സൈസിലെ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം വീണ്ടും തുറന്ന് നോക്കുക. അപ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ടാകും. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കണം. അതിനിടയ്ക്ക് ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് പരിപ്പും ബീട്രൂട്ടും വെന്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് കുറച്ചുകൂടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ബീട്രൂട്ടിൻ്റെ കൂട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് കുറച്ച് വെള്ളം കൂടി നിന്നാലും കുഴപ്പമില്ല. നമ്മൾ പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് ഇത് തണുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറുകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രത്തോളം നമുക്ക് വെള്ളത്തിൽ തന്നെ എടുക്കാം. വേണ്ട, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കറി റെഡിയാകും. ഒരുപാടൊന്ന് തിളപ്പിക്കാനൊന്നും നിൽക്കേണ്ട. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടിരിക്കുക. അന്നേരം നല്ല രീതിയിൽ ആവി വരത്തില്ലേ, അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് കറി റെഡിയായിട്ടുണ്ടെന്ന് മനസ്സിലാകും. അന്നേരം കറി നന്നായിട്ട് ചൂടായി ആവി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി നന്നായിട്ട് ആറിയതിന് ശേഷം കുറച്ചുകൂടെ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഒന്നിറങ്ങി കുറച്ചുകൂടെ ഒരു ചുവപ്പ് കളറാകും കേട്ടോ. ഈ ഒരു കളറായിരിക്കത്തില്ല നമുക്ക് കറി ആറിയതിന് ശേഷം. അന്നേരം ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.